പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ വിവരവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത് നമ്മളെ സിലബസിലെ ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കാണ്. ഒരു മാർക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നമുക്ക് നിലവിലൊരു ധാരണയുണ്ട്, നമുക്ക് മുൻകാല ചോദ്യങ്ങളെ റെഫർ ചെയ്ത് മാത്രം നമുക്ക് പോയാൽ അത്യാവശ്യം ടൈപ്പ് റൈറ്ററിനൊക്കെ സ്കോർ ചെയ്യാമെന്നൊരു ധാരണ നമുക്കുണ്ട്. പക്ഷേ അത്തരത്തിലല്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് ചോദിക്കുന്ന പല ചോദ്യ പേപ്പറുകളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ക്വസ്റ്റ്യൻ്റെ പാറ്റേണുകൾ മാറ്റപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ പഴയകാല ചോദ്യങ്ങളിൽ നിന്നും പുതുമയുള്ള ചോദ്യങ്ങളിലേക്ക് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഒരു മുൻകാല ചോദ്യങ്ങൾ മാത്രം റെഫർ ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളല്ല. മുൻകാല ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പുത്തൻ ചോദ്യങ്ങളുമായിട്ട് നമ്മൾ കൂടുതൽ പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാലങ്ങളായി ചോദിക്കുന്ന, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാലങ്ങളായി നമുക്ക് ഈ ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവർക്ക് ഒരുപാട് പരിചിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് ടൈപ്പ് റൈറ്ററിൻ്റെ ആദ്യമായിട്ട് അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചതാര്, കണ്ടുപിടിച്ച വർഷം എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ഒരുപാട് പരിചിതമായ ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാവുന്നൊരു പേരാണ് ഹെൻറി മിൽ എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന അത്തരത്തിലൊരു ഉപകരണം അല്ലെങ്കിൽ അത്തരത്തിലൊരു മെക്കാനിക്കൽ ഡിവൈസ് കണ്ടെത്തുന്നതിന് ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് പ്രകാരം ഹെൻറി മില്ല് തന്നെയാണ്. പക്ഷേ അതിലൊരു ചെറിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെൻറി മില്ലൊക്കെ ശരി തന്നെ. ഹെൻറി മില്ല്, ഇംഗ്ലീഷുകാരനായ ഹെൻറി മില്ല് 1714 അദ്ദേഹം തൻ്റെ ടൈപ്പ് റൈറ്ററിന് പേറ്റൻറ്റ് നേടിയെടുത്തതൊക്കെ ശരി തന്നെ. പക്ഷേ ഇതിനേക്കാൾ ഒരുപാട് കാലങ്ങൾ മുമ്പേ 1575 ഫ്രാൻസിസ്കോ റാംപസെറ്റോ എന്ന് പറയുന്ന വ്യക്തി സ്കിറ്റൂറ ടാറ്റയിൽ എന്ന് പറയുന്ന ഒരു ടൈപ്പ് റൈറ്റർ മെഷീന് സമാനമായിട്ടുള്ള ഒരു ഉപകരണം ആദ്യകാലങ്ങളിൽ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചോദ്യം ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, പല ചോദ്യങ്ങളുടെയും ഓപ്ഷനുകളായിട്ട് ഈ റാംപസെറ്റോ എന്ന് പറയുന്ന പേരുകൾ നമ്മൾ പല ചോദ്യങ്ങളിലും കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഭാവിയിൽ നമുക്ക് അത്തരത്തിലൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ പേറ്റൻറ്റ് നേടിയെടുത്തു, ആദ്യമായി ഒരു ടൈപ്പ് റൈറ്റർ നിർമ്മിച്ച പേറ്റൻറ്റ് നേടിയെടുത്തത് ആരെന്ന ചോദ്യത്തിനാണ് നമ്മൾ ഹെൻറി മില്ല് 1714 ഓർത്തു വെച്ചിരിക്കേണ്ടത്. അപ്പോൾ ഫ്രാൻസിസ്കോ റാംപസെറ്റോ സ്കിറ്റൂറ ടാറ്റയിൽ എന്ന് പറയുന്ന ഒരു ഉപകരണം അതിനു മുന്നേ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. 1575 അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലൊരു ഉപകരണം കണ്ടെത്തുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ടൈപ്പ് റൈറ്ററിൻ്റെ ഉത്ഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ആദ്യകാലങ്ങളിൽ നമ്മൾ ഈ ഹെൻറി മില്ലിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിലും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്രാൻസ്ക്രൈബർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പകർപ്പ് എഴുത്തുകാരനായിരുന്നു. അപ്പോൾ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ആവർത്തിച്ചുള്ള എഴുത്തുകളുടെ ഫലമായിട്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തോന്നലുണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരം എഴുതുമ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ ആദ്യം എഴുതുന്ന ആ ഒരു വടിവും അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു നീറ്റ്നെസ്സും അവസാനം വരെ എനിക്ക് നിലനിർത്താൻ കഴിയുന്നില്ല, എൻ്റെ അക്ഷരങ്ങളിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ചെറിയ തോന്നലുകൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇത്തരം തോന്നലുകളാണല്ലോ പുതിയ പുതിയ കണ്ടെത്തലുകളിലേക്ക് വഴി തെളിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തോന്നലാണ് പിൽക്കാലത്ത് നമുക്ക് ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന സംവിധാനത്തിന് തുടക്കം കുറിക്കാനായിട്ട് കാരണമായത്. അപ്പോൾ 1714 ഹെൻറി മില്ല് ടൈപ്പ് റൈറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യമായിട്ട് ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നൊരു സംവിധാനം നിർമ്മിക്കുകയും ഒരു അച്ചെഴുത്ത് യന്ത്രം നിർമ്മിക്കുകയും അതിന് പേറ്റൻറ്റ് നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പേരാണ് ഫ്രാൻസിസ്കോ റാംപസെറ്റോ 1575 സ്കിറ്റൂറ ടാറ്റയിൽ എന്ന് പറയുന്ന നമ്മളെ ടൈപ്പ് റൈറ്ററിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ എന്തുന്നുണ്ട്, ഒരു ആരംഭം എന്ത് ചെയ്യുന്നുണ്ട്, കുറിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കിക്കോണേ, നമുക്ക് 1714 എന്ന് പറയുന്ന വർഷം ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജനിച്ച വർഷമോ മരിച്ച വർഷമോ ഒന്നും നമുക്കിവിടെ ആവശ്യമില്ല. നമുക്ക് ഹിസ്റ്ററിയുമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ, നമുക്ക് മാർക്ക് നേടാൻ കഴിയുന്ന ചോദ്യങ്ങൾ, അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രധാനമായിട്ടും അതിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. അദ്ദേഹം ജനിച്ച വർഷമോ, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ടോ, കല്യാണം കഴിച്ചിട്ടില്ലേ, അദ്ദേഹത്തിന് കുട്ടികളുണ്ടോ എന്നുള്ള കാര്യമൊന്നും നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ടൈപ്പ് റൈറ്ററുമായിട്ട് അദ്ദേഹത്തിന് എന്ത് ബന്ധം? ആ ബന്ധമാണ് 1714 എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് 1714 എന്ത് നേടിയെടുത്തിട്ടുണ്ട്, ആ ഒരു ടൈപ്പ് റൈറ്ററിന് പേറ്റൻറ്റ് നേടിയെടുത്തിട്ടുണ്ട്. ആൻ ആർട്ടിഫിഷ്യൽ മെഷീൻ ഓർ മെത്തേഡ് ഫോർ ഇംപ്രസിംഗ് ഓർ ട്രാൻസ്ക്രൈബിംഗ് ഓഫ് ലെറ്റേഴ്സ് സിംഗ്ലി ഓർ പ്രോഗ്രസീവ്ലി വൺ ആഫ്റ്റർ അനദർ, ഒന്നിനു പുറകെ ഒന്നായിട്ട് പകർപ്പായിട്ടോ അല്ലെങ്കിൽ പകർത്തി എഴുതാനായിട്ടോ ഉപയോഗിച്ചിരുന്ന ഒരു യന്ത്രം എന്നതായിരുന്നു ആദ്യകാലത്ത് ടൈപ്പ് റൈറ്ററിനുണ്ടായിരുന്ന ഒരു നിർവചനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് നേരം ടൈപ്പ് അല്ലെങ്കിൽ എഴുതുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകളെ മറികടക്കാനായിട്ട് ഒരു ടൈപ്പ് റൈറ്റർ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നിർമ്മിച്ചെടുക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്, ഒന്ന് നോക്കിയേക്കണേ. മിസ്റ്റർ ഹെൻറി മിൽ ഇൻവെൻറ്റഡ് ദ ടൈപ്പ് റൈറ്റർ ഇൻ ദ ഇയർ, വർഷം ചോദിച്ചു. ഓക്കെ, നമ്മൾ സ്വാഭാവികമായിട്ട് ഈ വർഷങ്ങളൊക്കെ പഠിക്കുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷിൽ പഠിച്ചു വെക്കാറുണ്ട്. ഓക്കെ,
70 അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ ഇംഗ്ലീഷിൽ പഠിച്ചു വെക്കാറുണ്ട്. അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നവരെ ഒന്ന് കുഴപ്പിക്കാനായിട്ട് ഓക്കെ അങ്ങ് വെറുതെ അങ്ങ് പഴയ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു എന്നൊരു ധാരണ നമുക്ക് ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു മാറ്റം വരുത്തുന്ന രൂപത്തിലുള്ളൊരു ചോദ്യമായിരുന്നു. നോക്കിക്കോണേ, 1740 ഉൾപ്പെടുത്തിയിട്ടുണ്ട്, 1714 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 40 ഒരു സംശയം നമുക്ക് അവിടെ ഉണ്ടാകും. അപ്പോൾ മുൻകാല ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ എങ്കിൽ തന്നെയും എന്ത് ചെയ്യുന്നുണ്ട് അത്തരത്തിലൊരു ചെറിയ രൂപത്തിലൊരു ചെറിയൊരു കുരുക്ക് നമുക്ക് അവിടെ തരുന്നുണ്ട്. അപ്പോൾ 1740 നമ്മൾ ചാടാൻ പോകരുത്. നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ടത് 1714 ഓക്കെ ആണേ. 1714 എന്ന വർഷത്തിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഹെൻറി മില്ല എന്ത് നേടിയെടുക്കുന്നത്, പേറ്റന്റ് നേടിയെടുക്കുന്നത്. ഈ ചോദ്യത്തിന്റെ മറ്റു രൂപങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞത് നമുക്ക് 1714 ടൈപ്പ് റൈറ്ററിന് പേറ്റന്റ് നേടിയെടുത്ത വ്യക്തി എന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ വർഷം ചോദിക്കാം. അങ്ങനെ ആ രൂപത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മാറ്റിയും തിരിച്ചുമൊക്കെ ചോദ്യങ്ങൾ ആവർത്തിച്ച് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ 1714 ഉത്തരമെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം ചോദ്യങ്ങളുമായിട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ടൈപ്പ് റൈറ്ററിൻ്റെ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഉറപ്പായും അടുത്ത വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ നന്ദി, നമസ്കാരം.